ഹായ്, ഒരു കഥ പറഞ്ഞു തുടങ്ങാം. ഒരിക്കൽ ഒരു കുട്ടി അവൻ്റെ അച്ഛനെ കയ്യും പിടിച്ച് ഒരു കടൽ തീരത്തുകൂടി നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് ആകാശത്ത് പല വർണ്ണങ്ങളിലും പാറി പറക്കുന്ന പട്ടങ്ങൾ കണ്ടിട്ട് അവൻ അച്ഛനോട് എനിക്കൊരു പട്ടം വാങ്ങിച്ചു തരുമോ എന്ന് ചോദിക്കുന്നുണ്ട്. മനോഹരമായൊരു പട്ടം അവനക്ക് വാങ്ങിക്കൊടുക്കുകയും മറ്റു പട്ടങ്ങൾക്കിടയിൽ ആകാശത്തിലൂടെ പാറി പറത്തുന്നതിനിടയിൽ അവൻ അച്ഛനോട് വീണ്ടും ചോദിക്കുന്നുണ്ട്, അച്ഛാ, ഈ ഒരു പട്ടത്തിന് നൂലുണ്ടായത് കൊണ്ടാണല്ലോ അതിനൊരു ലിമിറ്റ് വരെ പാറാൻ സാധിക്കുന്നത്. അഥവാ ഞാൻ ആ നൂലിനെ അറുത്തു മാറ്റുകയാണെങ്കിൽ എൻ്റെ പട്ടം മറ്റു പട്ടങ്ങളെക്കാൾ ഉയരത്തിൽ പാറാൻ സാധിക്കുമല്ലോ എന്ന്. അച്ഛൻ മറുപടി പറയുന്നതിന് മുമ്പ് ആ കുട്ടി ആ നൂല് അറുത്തു മാറ്റുകയാണ്. വളരെ പെട്ടെന്ന് അത് കുറച്ച് ഉയരങ്ങൾ സഞ്ചരിക്കുകയും ഒരു കെട്ടിടത്തിന് മുകളിൽ പോയി നിലം പതിക്കുകയും ചെയ്തു. സങ്കടപ്പെട്ടുകൊണ്ട് അച്ഛനോട് വീണ്ടും ചോദിക്കുന്നുണ്ട്, അച്ഛാ, എന്തുകൊണ്ടാണ് എൻ്റെ പട്ടം വളരെ പെട്ടെന്ന് നിലം പതിച്ചു പോയത് എന്ന്. അച്ഛൻ പറയുന്നൊരു മറുപടിയുണ്ട്, നിൻ്റെ പട്ടം കാറ്റിനെ ഓവർകം ചെയ്ത് കാറ്റിനെ തരണം ചെയ്ത് ആകാശത്തിലൂടെ പാറി പറന്നത് അതിന് ആ നൂലിൻ്റെ ഒരു സപ്പോർട്ട് ഉണ്ടായതുകൊണ്ടാണ്. അതിൻ്റെ സപ്പോർട്ടിനെ നീ അറുത്തു മാറ്റി, അതുകൊണ്ട് അത് വളരെ പെട്ടെന്ന് നിലം പതിച്ചു എന്ന്. നമ്മുടെയൊക്കെ ജീവിതം ഒരു പട്ടം പോലെയാണ്. പട്ടത്തിന് നൂലെന്ന പോലെ സ്വാതന്ത്ര്യത്തിൻ്റെ വിശാലമായ ആകാശത്ത് നമ്മയൊക്കെ പാറി പറക്കാൻ അനുവദിക്കുന്നത് മനോഹരമായി നമ്മളെയൊക്കെ ആരൊക്കെ നിയന്ത്രിക്കുന്നത് കൊണ്ടാണ്. വൈബേച്ചു പോകുമ്പോൾ ഉപദേശിച്ചു, ദുഃഖിക്കുമ്പോൾ ആശ്വസിപ്പിച്ചു, മികവുകളെ പ്രോത്സാഹിപ്പിച്ചു, കുറവുകളെ പരിഹരിച്ചും നാം എന്ന പട്ടത്തെ നിയന്ത്രിക്കുന്ന ഒരു പിടി മനുഷ്യരുണ്ട്. നമ്മുടെ മാതാപിതാക്കളാകാം, നമ്മുടെ അധ്യാപകരാകാം, നമ്മുടെ കൂട്ടുകാരാകാം. ഈ ബന്ധങ്ങളെയൊക്കെ കൂടെ കൂട്ടി പറന്നു വരാൻ നമുക്ക് സാധിക്കണം. എല്ലാ കാഴ്ചകളും കണ്ട് ആസ്വദിക്കണം. എല്ലാ ബന്ധങ്ങളും ബന്ധനങ്ങളല്ല.